എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വളരെ ചെറിയൊരു വാക്യമാണ്, പക്ഷേ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീക സത്യങ്ങൾ വളരെ വലുതാണ്. തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പാപം പെരുകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് വളരെ ദുഃഖമുണ്ടാക്കിയ ഭൂരിപക്ഷം മനുഷ്യരുടെ നടുവിൽ ഒരു മനുഷ്യൻ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യനിലേക്ക് ഒഴുകിയെത്തുന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയമുള്ളവരെ, ഈ കൃപ എന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ടതാണ്. പഴയ നിയമത്തിലും ധാരാളമായിട്ട് ഈ വാക്ക് നമുക്ക് കാണാം, പുതിയ നിയമത്തിലും ധാരാളമായിട്ട് ഈ വാക്ക് കാണാം. പഴയ നിയമത്തിൽ ഖേൻ എന്ന് പറയുന്ന ഒരു എബ്രായ വാക്കാണ് ഖേൻ. പുതിയ നിയമത്തിൽ കാരിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം എന്നത് ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ ആനുകൂല്യം എന്നാണ്. ഒരു മനുഷ്യന് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് ദൈവത്തിന് ഒരു ആനുകൂല്യം തോന്നി. അതുപോലെ തന്നെ മനുഷ്യന്റെ ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ കൃപ. മനുഷ്യൻ ബലഹീനനായ തലങ്ങളിൽ ആ ബലഹീനതയെ അതിജീവിക്കുവാനായി ദൈവം ചെയ്തു കൊടുക്കുന്ന സഹായമാണ് കൃപ എന്നും പറയാം. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ജീവിതത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു ശൂലം, ആ ശൂലം നീങ്ങുവാനായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അഥവാ ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ബലഹീനതയിൽ പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഈ കൃപയാണ് എന്ന് പറയുകയാണ്. നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ആനുകൂല്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ അർഹതയില്ലാതെ ദൈവം നമ്മോട് കാണിക്കുന്ന ആനുകൂല്യമാണ്. അൺമെറിറ്റഡ് ഫേവർ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്നതല്ല കൃപ എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലമായി ലഭിക്കുന്നതല്ല കൃപ. യാതൊരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യരോട് ദൈവത്തിന് കരുണ തോന്നി ഫേവർ കാണിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ കൂടാതെ ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. കൃപ കൂടാതെ ഒരു മനുഷ്യന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ കൃപ കൂടാതെ ഒരു മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രവൃത്തി പോലും ഈ ദൈവകൃപ കൂടാതെ ചെയ്യുവാൻ നമുക്ക് കഴിവില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ കൃപയുടെ മഹത്വം, ദൈവകൃപ എത്രത്തോളം നമുക്ക് ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുന്നത്. ക്രിസ്തീയ ജീവിതത്തെ മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന്, മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കൃപ എന്ന് പറഞ്ഞാൽ മനോഹരമായിരിക്കും. അതിൻ്റെ കാരണം മറ്റെല്ലാ മതങ്ങളും മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ നേടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി ആവർത്തിച്ച് മനുഷ്യൻ പരിശ്രമിച്ച് തളരുമ്പോൾ, ക്രിസ്തീയ വിശ്വാസത്തിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ സത്യമാർഗത്തിൽ മനുഷ്യൻ തളർന്നു വീഴുന്നിടത്ത്, മനുഷ്യൻ പരാജയപ്പെട്ടെടുത്ത്, മനുഷ്യൻ അശക്തനായി നിൽക്കുന്ന സ്ഥലത്ത് രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ലാതിരിക്കുമ്പോൾ, അവൻ ആഴ്ന്നാഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിവില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, ഇതാ ദൈവത്തിൻ്റെ കൃപ ദൈവം മനുഷ്യന് നൽകുകയാണ്. ഈ കൃപ, ഈ അർഹതയില്ലാത്ത ആനുകൂല്യം ലഭിക്കുന്ന മനുഷ്യരാണ് രക്ഷ പ്രാപിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 65-ാമത്തെ വാക്യത്തില് കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഈ കൃപ ലഭിക്കാത്ത ഒരു മനുഷ്യനും യേശുക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് വരുവാനോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനോ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സ്വന്തം അറിവുകൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല ദൈവത്തിൻ്റെ സത്യങ്ങൾ, ആത്മീകമായിട്ടുള്ള സത്യങ്ങൾ. അത് ദൈവകൃപ ലഭിച്ചവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വചനങ്ങളും വളരെ ശ്രദ്ധേയമാണ്. അവിടെ ആത്മരക്ഷയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലാണ് ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള കഴിവ് നേടുന്നത്. ഈ ദൈവകൃപ ലഭിക്കാതെ ഒരു മനുഷ്യനും കർത്താവിൻ്റെ അടുക്ക വരാൻ കഴിയുകയില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്താനായിട്ട് സാധിക്കുകയുമില്ല. ദൈവകൃപ ലഭിച്ച ആളുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷയ്ക്കായുള്ള ദൈവകൃപ ലഭിക്കാത്തവർക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പാപം നിറഞ്ഞ ലോകത്തിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ ദൈവകൃപ നോഹയെ രക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ ആക്കി ദൈവജനത്തിൻ്റെ ഭാഗമാക്കി തീർത്തു. ഏത് കാലഘട്ടത്തിലും അതെ, ഇത്തരത്തിൽ കുറച്ച് മനുഷ്യരെ ദൈവം തനിക്കായി വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ പാപം പെരുകുമ്പോൾ നമുക്കെല്ലാവർക്കും ആശങ്കയുണ്ട്, ഈ ലോകത്തിൻ്റെ പോക്കെങ്ങോട്ടാണ്, എത്രമാത്രം ദുഷ്ടതയാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്കുള്ള ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, പാപം എത്ര പെരുകിയാലും ദൈവം കൃപ നൽകുന്ന ചില മനുഷ്യർ ഈ ദുഷ്ട സമൂഹത്തിൽ ഉണ്ട് എന്നതാണ്. ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് ചിന്തിച്ചു, ഏലിയാവ് മാത്രമേ ഉള്ളൂ യഹോവ ഭക്തനായിട്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ബാലിന് മുട്ടുമടക്കാത്ത 7000 ആളുകളെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 11-ാം അധ്യായത്തിന് 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏത് കാലഘട്ടത്തിലും ദൈവകൃപ ലഭിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ടാവും. അവരാണ് ദൈവത്തോട് ചേർന്ന് നടക്കുകയും ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും ഈ കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.